حي على സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബുകൾ, അനുചരന്മാർ. സ്വഹാബത്ത് എന്ന് കേൾക്കാത്തവർ വിശ്വാസികളിൽ ഉണ്ടാവുകയില്ലല്ലോ. അവരെ കുറിച്ചുള്ള സ്ഥാനം, അല്ലെങ്കിൽ അവർ ഉത്തമരാണ്, ശ്രേഷ്ഠരാണ് എന്നൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവരുടെ പദവി എന്തുകൊണ്ടാണ് അവർ ഇത്രയും മഹത്തുക്കളായി തീർന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതരത്തിലില്ലാത്ത പല സവിശേഷതകളും അവർക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. സ്വഹാബത്ത് ഉന്നതരാണെന്നും അവർ മാതൃകാ യോഗ്യരാണെന്നും ഈ സമുദായത്തിലെ ഏറ്റവും ഉത്തമ തലമുറയാണ് എന്ന് വിശ്വസിക്കലും മനസ്സിലാക്കലും അവരെ അങ്ങനെ തന്നെ ആദരിക്കലും ഒക്കെ നമ്മുടെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് നമ്മുടെ ദീനാണ്. അതെന്താ കുറെ ആൾക്കാർ മുമ്പ് കഴിഞ്ഞു പോയത്? അവര് ഇങ്ങനെയാണ്, അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഉത്തമനാണ്, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി, പിന്നെ ബദരീങ്ങള്, പിന്നെ ഉഹദിൽ പങ്കെടുത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ കുറെ ആളുകളുടെ പേര് പറഞ്ഞാൽ അവർക്ക് ഉത്തമരാണ് എന്ന് പറയുന്നത്. കുറെ ഫളായില് പറഞ്ഞിട്ട് എന്താണെന്നാണ്. ആ ഫളായില് മനസ്സിലാക്കലും വിശ്വസിക്കലും നമ്മുടെ ദീനാണ്, ഇസ്ലാമിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലും പലയിടത്തും സ്വഹാബാക്കളുടെ മഹത്വം എടുത്ത് ഉയർത്തി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അവർ ഈ ദീനിന് വേണ്ടി മഹത്തായ സേവനങ്ങൾ ചെയ്തവരാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരാണ്, തീർന്നില്ല, കണ്ടു വിശ്വസിച്ചവരാണ്, കളവാക്കിയവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയവരാണ്. ഈ ദീനിൽ നബിയോടൊപ്പം കൂടുകയും ഈ ദീനിന്റെ വെളിച്ചം ലോകത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് സ്വഹാബാക്കൾ. അതിനുവേണ്ടി സ്വന്തം ശരീരവും സമ്പത്തും സമർപ്പിച്ചവർ അവരിലുണ്ട്. ജീവൻ കളഞ്ഞവരുണ്ട്, സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ചവരുണ്ട്. ആദർശത്തിന് വേണ്ടി സ്വദേശവും കുടുംബവും ഉപേക്ഷിച്ചു പോലും ദീനിന് വേണ്ടി പോയവർ അവരിലുണ്ട്, സ്വഹാബാക്കൾ. അതുപോലെ തന്നെ ഈ ദീനിന്റെ തുടക്കക്കാരാണ് അവർ. ഏതൊരു സംരംഭത്തിന്റെയും തുടക്കം, ആ തുടക്കക്കാർക്ക് നമ്മൾ എല്ലാവരും ഒരു സ്ഥാനം കൊടുക്കാറുണ്ട്. ഈ ദീൻ, വിശുദ്ധ ദീനിന്റെ അള്ളാഹുവിന്റെ വഹി, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇറങ്ങുകയും അതിന്റെ തുടക്കക്കാരായി പിന്നീട് അതിന്റെ പ്രബോധകരായി തീർന്ന സ്വഹാബാക്കൾ ഏറെ സ്ഥാനമുള്ളവർ തന്നെയാണ്, ഏറെ മഹത്വക്കളാണ്. ഈ വിശുദ്ധ ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താതെ ഉമ്മത്തിന് കൈമാറിപ്പോയ മഹാന്മാർ. അവരിലൂടെയാണ് അള്ളാഹു ഈ ദീനിനെ സംരക്ഷിച്ചു നിർത്തിയത്, സ്വഹാബാക്കളിലൂടെ. അതുകൊണ്ടാണ് അവരുടെ സ്ഥാനവും അവരുടെ പദവിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എന്നാൽ സ്വഹാബത്തിന്റെ ചരിത്രവും അവരുടെ പ്രത്യേകതകളും മനസ്സിലാക്കുന്നവന് ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്, തീർച്ചയാണ്. അത് വിശ്വാസികളുടെ മനസ്സിൽ ഈമാനിനെ ഉറപ്പിക്കുന്ന, ഈമാനിനെ പരിപോഷിപ്പിക്കുന്ന ചരിത്രങ്ങളാണ് അവരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊന്നും ഈ ദീനിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുന്നു, പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്തു എന്ന് നമുക്ക് തന്നെ തോന്നുമാറ് അത്രയും മഹത്തരമാണ്, ഉന്നതമാണ് ആ സ്വഹാബാക്കളുടെ ചരിത്രം എന്നുള്ളത്. ത്യാഗം, ദീനിനു വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറുള്ള ഒരു ജനവിഭാഗം. സുബ്ഹാനല്ലാഹ്, അത്ര മഹനീയമായ ചരിത്രമാണ്. ഒരുപക്ഷെ ലോക ചരിത്രം ഇതുപോലെ ഒരു ആദർശത്തിന് വേണ്ടി, ഒരു പ്രവാചകന് വേണ്ടി സകലതും സമർപ്പിക്കാൻ തയ്യാറെടുത്ത ഒരു ജനവിഭാഗം ചിലപ്പോൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകില്ല, ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ സ്വഹാബാക്കൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഒന്നും കിട്ടാത്തതിൽ ഏറെ ഈ ഉമ്മത്തിലെ സ്വഹാബാക്കളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാ നബിമാർക്കും അസ്ഹാബുകളുണ്ട്, അവരിൽ സ്വാലിഹീങ്ങളുണ്ട്, നബിമാരെ സഹായിച്ചവരുണ്ട്, അവരൊക്കെ ശ്രേഷ്ഠരാണ്, അതിനൊരു സംശയമില്ല. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠനായതുപോലെ തന്നെ സ്വഹാബാക്കളിൽ എല്ലാ നബിമാരുടെയും സ്വഹാബാക്കളിൽ ഏറ്റവും ഉത്തമമാണ് അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റിള, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു. സ്വാഭാവികമായും അവൻ തൃപ്തിപ്പെട്ട ജനവിഭാഗത്തിന് അല്ലാഹു മാപ്പ് നൽകും, അവർക്ക് പരലോക വിജയം ഉറപ്പാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ തൗബയിലെ 100-ാമത്തെ വചനം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നവരായ ആളുകൾ വിശ്വാസം കൊണ്ട്, ദീനിനെ സഹായിച്ചുകൊണ്ട്, വളരെ മുമ്പ് തന്നെ
ഇസ്ലാമിലേക്ക് മുന്നിട്ട് വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാനി, സുഹൃതം ചെയ്തുകൊണ്ട് പുണ്യം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നു വന്നവരായ മറ്റു സഹാബാക്കളും, അവരെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മൾ അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ട്. അത് വെറുതെ അല്ല, അള്ളാഹു തൃപ്തിപ്പെട്ടത് കൊണ്ടാണ്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞതാണ്. മാത്രമല്ല റളൂ അൻഹു, അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് തൃപ്തരാണ്. റബ്ബായി അള്ളാഹു മതി എന്നവർ സംതൃപ്തിപ്പെട്ടു. അവർ ശിർക്കിന്റെ അഹ്ലുകാരല്ല. അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളിലും പാപമോചനത്തിലും അവർ സംതൃപ്തരാണ്. അതാണ് റളൂ അൻഹു. അള്ളാഹുവിനെ കുറിച്ച് അവരും സംതൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. അവരെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞു, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂങ്കാവനങ്ങൾ അവർക്കായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അവർ അതിൽ നിത്യവാസികളായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അദീം, അത് തന്നെയാണ് അതിമഹത്തായ വിജയം. ഇത് സ്വഹാബാക്കളെ കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും സത്യവിശ്വാസികൾക്കുള്ള സ്ഥാനവും പദവിയും അവരുടെ പ്രതിഫലങ്ങളും ഒക്കെ ധാരാളം പറഞ്ഞു കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും അതുപോലെ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലങ്ങളും അതിൽ പ്രഥമ സ്ഥാനം സ്വഹാബത്തിനാണ്. അതിലൊക്കെ ആരെങ്കിലും ആദ്യം ഉൾപ്പെടുമെങ്കിൽ അത് സ്വഹാബത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളവർ അതിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ എണ്ണി പറയുന്നത് നമുക്ക് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും വായിക്കാൻ കഴിയും. ആ ഗുണത്തിൽ ആദ്യം കയറിയ സ്വഹാബത്താണ്. സ്വർഗീയ അനുഭൂതികളെ കുറിച്ചും അള്ളാഹുവിന്റെ മാപ്പിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും പറഞ്ഞു കാണാം. അതിൽ ആദ്യം പ്രവേശിക്കുന്നത് സ്വഹാബത്തായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ സമുദായത്തിൽ പിന്നീടുള്ളവർക്കുള്ളത്. അത്ര മഹനീയരാണ് സ്വഹാബത്ത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തെ ഉപദേശിച്ചത്, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്, അവരെ മോശമാക്കി പറയരുത്, അവരെ അപഹസിക്കരുത്, അവരെ പരിഹസിക്കരുത്, അവരെ കുറ്റം പറയരുത്. അതാണ് ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞു. ഫവല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം, അല്ലാഹു സത്യം. ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയ്ക്ക് സമാനമായി കൊണ്ട് സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ശരി, മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫ, അത് എന്റെ സഹാബാക്കളിൽ ഒരാൾ ചെലവഴിച്ച ഒരു മുദ്ദ് ഈത്തപ്പഴമോ ധാന്യമോ, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രണ്ട് കൈകൾ ചേർത്ത് പോലും അളവാണ്, അവർ കൊടുത്ത ആ ഒരു മുദ്ദിനോളമോ അല്ലെങ്കിൽ അതിന്റെ പകുതി പറഞ്ഞ ഒരു കൈപ്പെടുന്നു, അതിനോളമോ മഹത്വം എത്തുകയില്ല. ഇനി ഈ സ്വഹാബത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്താണ് വേണ്ടത്? ഈ ഒരൊറ്റ ഹദീസിൽ തന്നെ നമുക്ക് അവരുടെ സ്ഥാനം മനസ്സിലാക്കാം. ഉഹുദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും സ്വഹാബത്ത് ചെലവഴിച്ചതിന്റെ പകുതി എത്തൂല, ഒരു മുദ്ദിന്റെ. ആലോചിച്ചു സഹോദരന്മാരെ, ഏറ്റവും ഉത്തമരായ തലമുറക്കാരായി തലമുറകളിൽ ഏറ്റവും ഹൈർ ഉത്തമർ എന്റെ തലമുറക്കാരാണ്, സ്വഹാബത്താണ്. സുമ്മല്ലദീനയിലൂനം, പിന്നെ അവരെ തുടർന്ന് വന്നവരാണ്. സുമ്മല്ലദീനയിലൂനം, പിന്നെ അവരെയും തുടർന്ന് വന്നവർ. ഇവരെയാണ് സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഒന്നുകൂടെ ഇവരെല്ലാം കൂടെ ചേർത്ത് പറയുന്ന ഒരു പദപ്രയോഗമാണ് സലഫ്, സലഫു സ്വാലിഹീങ്ങൾ, സദ്വൃത്തരായ മുൻഗാമികൾ. സലഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ഈ മൂന്ന് തലമുറയാണ് സലഫുകൾ. ആ സലഫുകളുടെ മാതൃക സ്വീകരിക്കുന്നവരെ സലഫി എന്ന് പറയും. ഇത് കക്ഷിത്വം ഉണ്ടാക്കാനുള്ള ഒരു പദമല്ല. പൂർവികരായ സ്വഹാബത്തും താബിഈങ്ങളും താബിഉ താബിഈങ്ങളും നിലകൊണ്ട മാർഗം, അവരുടെ വിശ്വാസം, ആചാരം, നിലപാടുകൾ, അത് സ്വീകരിക്കുന്നവരെ സലഫികൾ എന്ന് പറയും. പേര് മാത്രം സലഫി ആയതുകൊണ്ട് കാര്യമില്ല, പക്ഷെ നമ്മുടെ വിശ്വാസവും നിലപാടും സലഫിന്റെ മാതൃകയാകണം. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ആ അർത്ഥത്തിലാണ് സലഫ് എന്ന് പ്രയോഗിക്കുന്നത്. സഹോദരങ്ങൾ, ആ സലഫുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ മഹത്വപ്പെടുത്തി പറഞ്ഞത്. ഈ സ്വഹാബത്തിൽ തന്നെ ഏറ്റവും സ്ഥാനം വഹിക്കുന്നവർ രണ്ട് വിഭാഗമായി സ്വഹാബത്തിന് പറയും. മുഹാജിറുകൾ, അൻസാറുകൾ. പ്രഥമമായിട്ട് മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ മക്ക നാട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്ത, ഹിജറ ചെയ്ത അവരെയാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. മക്കക്കാരായ സ്വഹാബികളാണ്. സ്വഹാബത്തിൽ ഏറ്റവും സ്ഥാനം അവർക്കാണ്. പിന്നെ രണ്ടാമത്തെ വിഭാഗമാണ് അവരെ സ്വീകരിച്ചവരായ അൻസാറുകൾ, മദീനക്കാരായ സ്വഹാബാക്കൾ. അവർ വേറെ പിന്നെ ആദരണീയരാണ്. അൻസാറുകളോടുള്ള സ്നേഹം ഈമാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുനാഫിക്കുകളല്ലാതെ അൻസാറുകളെ വെറുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇതെല്ലാം ഹദീസുകൾക്കാണ്. ഇതാണ് സ്വഹാബത്തിന്റെ മഹത്വം. ആ സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്?
മുഹാജിറുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനൻ വയൻസുറൂന അല്ലാഹ വറസൂലഹു. അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യവും അവന്റെ തൃപ്തിയും ആഗ്രഹിക്കുന്നവരാണ് മുഹാജിറുകൾ. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും സഹായിക്കുന്നു. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ തന്നെയാണ് യഥാർത്ഥ സത്യവാന്മാർ. സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ വചനമാണ്. തൊട്ടടുത്ത 9-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു അൻസാറുകളെ കുറിച്ച് വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم. ആ അൻസാറുകൾ മുഹാജിറുകൾ ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് സ്വന്തം നാടും വിശ്വാസവും ഒരുക്കി വെച്ച ആളുകൾ അവരെ സ്വീകരിക്കുവാൻ മദീനയിലേക്ക് വന്നപ്പോൾ സ്വത്തിന്റെ പല ഭാഗങ്ങളും വിട്ടുകൊടുത്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര്യ ബന്ധം പോലും ഉണ്ടാക്കിയവർക്കിടയിൽ മുഹാജിറുകളും അൻസാറുകളും സഹോദരങ്ങളാണ്. ആദ്യ കാലഘട്ടത്തിൽ അനന്തര സ്വത്ത് പോലും ഇസ്ലാമികമായിട്ട് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരു അൻസാരി മരിച്ചാൽ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തിന് ഒരു വിഹിതം മുഹാജിറിന് കിട്ടുമായിരുന്നു. കുടുംബബന്ധം കൊണ്ടല്ല, ആദർശ ബന്ധം കൊണ്ട്. പിന്നീട് ഇസ്ലാം വളർന്നു വ്യാപിച്ചു. പാവപ്പെട്ടവരായ മുഹാജിറുകളും സ്വന്തമായ അഭിവൃദ്ധിയൊക്കെ ഏകദേശം വന്നപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശത്തിന്റെ ആളുകളെ നിശ്ചയിച്ചു പറഞ്ഞു. കുടുംബബന്ധം കൊണ്ടോ വിവാഹബന്ധം കൊണ്ടോ അല്ലെങ്കിൽ അന്യമോചനം വഴിക്കൊക്കെ കിട്ടുന്ന അനന്തര സ്വത്താക്കി പരിമിതപ്പെടുത്തി. ആ മുഹാജിർ അൻസാർ എന്നതിൽ അനന്തര സ്വത്ത് ഒഴിവാക്കി. പറഞ്ഞു വന്നത് അത്രത്തോളം ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശ്വാസവും നാടും അവർക്കായി ഒരുക്കി വെച്ചു വന്നാൽ സ്വീകരിക്കാൻ. അങ്ങനെ സ്വദേശം വെടിഞ്ഞു വന്ന ആദർശത്തിന് വേണ്ടി സ്വന്തം നാട് ഒഴിവാക്കി വന്ന ആളുകൾ, സ്വന്തം കുടുംബത്തിൽ ചിലപ്പോൾ ഭാര്യയും സഹോദരങ്ങളും പിതാവും ഒക്കെ അവിശ്വാസികളായിരിക്കും, മുശ്രിക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒപ്പം പോകില്ല. പക്ഷെ അവരെയൊക്കെ രക്തബന്ധങ്ങളെയൊക്കെ ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ നിർബന്ധമാക്കിയപ്പോൾ അവിടെ നിന്ന് നിർബന്ധമായി മദീനയിലേക്ക് ഇനി ദീനുമായി മക്കയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ മക്ക എന്ന നാടിനെ വെടിഞ്ഞുപോയ ആളുകൾ അതിൽ പലരും സമ്പത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, കുടുംബത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ആലോചിക്കും അവരുടെ ത്യാഗം എത്ര വലുതാണ് സഹോദരങ്ങൾ. അവരെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ മുഹാജിറുകളും അൻസാറുകളും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞു. ആ മുഹാജിർ അൻസാറുകളാകട്ടെ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകൾ അവർ ഇഷ്ടപ്പെടുന്നു. അതുപോലെ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവരുടെ മനസ്സുകളിൽ സ്വന്തത്തിനോടല്ല ഹാജത്തുള്ളത്, അവർ മറിച്ച് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അൻസാറുകളുടെ ഒരു സവിശേഷത പറഞ്ഞു, ആവശ്യമുണ്ടായിട്ട് കൂടി തങ്ങളെക്കാൾ തങ്ങളുടെ സഹോദരങ്ങളെ പരിഗണിച്ചവർ. സമ്പത്ത് നൽകിയും അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയുമൊക്കെ മുഹാജിറുകളായ ആളുകളെ പിന്തുണച്ചു. സ്വന്തത്തിന് ആവശ്യമുണ്ടെങ്കിൽ പോലും സ്വന്തത്തെ മറന്ന് തങ്ങളുടെ സഹോദരങ്ങളെ സഹായിച്ചവർ ആണ് അൻസാറുകൾ. അല്ലാഹു തആല അവരെ പുകഴ്ത്തുകയാണ്. എത്ര മഹനീയമാണ് അവരുടെ സേവനം. അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞു വമൻ യുഖ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണോ മോചിക്കപ്പെടുന്നത് അവർ തന്നെയാണ് വിജയികൾ. അൻസാറുകൾ ആ പിശുക്കിൽ നിന്ന് മോചിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് തങ്ങളെക്കാൾ പ്രാമുഖ്യം തങ്ങളുടെ സഹോദരനായ മുഹാജിറുകൾക്ക് നൽകിയത്. ഇങ്ങനെയാണ് സഹാബത്തിന്റെ ശ്രേഷ്ഠത. മുഹാജിറുകൾ അൻസാറുകൾ. ഈ മുഹാജിറുകളിൽ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട്. സഹോദരങ്ങൾ, നമ്മളൊക്കെ ആ സഹാബത്തിന്റെ ചരിത്രം അറിയാൻ പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് പലപ്പോഴും കളിക്കാരുടെ പേരുകൾ അറിയാം, രാഷ്ട്രീയക്കാരന്മാരുടെ പേരുകൾ അറിയാം, അവരുടെ ജീവിത സ്റ്റാറ്റസുകൾ നമുക്കറിയാം. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്ന് അല്പം നമ്മൾ കേട്ടിട്ടില്ല എങ്കിൽ, നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഈമാനിനെ പരിപോഷിപ്പിക്കുന്ന നമുക്ക് മാതൃകായോഗ്യരായ വ്യക്തികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. നമുക്കതൊരു നഷ്ടമാണ്. ആ സഹാബത്തിനെ നമ്മൾ അറിയണം. സഹാബത്തിന്റെ ചരിത്രം പഠിക്കാൻ നമ്മൾ സദസ്സുകൾ ഉണ്ടാക്കണം, അതിനുവേണ്ടി വായനകൾ ഉണ്ടാക്കണം. അത് അനിവാര്യമാണ്. സഹാബത്തിന്റെ ഫദ്ൽ പറയൽ ഈമാനാണെന്ന് സൂചിപ്പിച്ചവരും അതിൽ തന്നെ പിന്നീട് ഈ 10 പേർ കഴിഞ്ഞാൽ അഥവാ 10ൽ 4 പേരാണ് ഇസ്ലാമിക ലോകം കണ്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിം ലോകം ഭരണം നടത്തിയ ആളുകൾ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഈ 4 സ്വഹാബാക്കൾ. അവരാണ് ഖുലഫാഉൽ അർബഅ എന്ന് പറയുന്നത്, 4 ഖലീഫമാർ. അതിനുശേഷം സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ തന്നെ അവിടുത്തെ തിരുനാവിനാൽ ഒരൊറ്റ ഹദീസിലൂടെ പറഞ്ഞു. ആ 10 പേരിൽ ഈ 4 പേരുണ്ട്, പിന്നെ 6 പേര് കൂടിയുണ്ട്. അതിൽപ്പെട്ടവരാണ് സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സൈദ്, ത്വൽഹ ബിൻ ഉബൈദില്ല, ആമിർ ബിൻ ജറാഹ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അതുപോലെ തന്നെ ത്വൽഹ ബിൻ ഉബൈദില്ല. ഇങ്ങനെ 6 വ്യക്തികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 പേർക്ക് ശേഷം സ്വർഗമുണ്ട് എന്ന് ചേർത്ത് പറഞ്ഞവർ. മൊത്തം 10 സഹാബാക്കൾ അൽ അശറത്തുൽ മുബശ്ശറൂൻ എന്നവരെ കുറിച്ച് പറയും. സഹോദരന്മാരെ, ആ ചരിത്രങ്ങൾ ഏറെ മഹനീയമാണ്. മുഹാജിറുകളാണ് അവർ. പിന്നീട് ബദരീങ്ങൾ. ഇന്ന് ബദരീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ബദരീങ്ങളുടെ പേരിൽ ഫണ്ട് പിടിക്കാനും അല്ലെങ്കിൽ ബദരീങ്ങളുടെ പോലീസ് പറഞ്ഞ് സ്വലാത്ത് നടത്താനും ഒരു കളക്ഷൻ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു പേരായിട്ടിരിക്കും ബദരീങ്ങൾ.
യഥാർത്ഥത്തിൽ ബദരീകൾ ആരായിരുന്നു എന്ന് നമ്മൾ അറിയണം. തൗഹീദിന് വേണ്ടി പടപൊരുതിയവർ. ബദരീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാണ്, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിട്ടുണ്ടെന്നാണ്. അതിന്റെ അർത്ഥം ബദരീങ്ങൾ പിന്നീട് വഴിവഴിച്ചു പോയെന്നല്ല. ബദരീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ സരിതങ്ങളൊക്കെ അല്ലാഹു മാപ്പ് കൊടുത്തു. ബദരീങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അല്ലാഹു ബദറിന് ശേഷം അവർക്ക് മാപ്പ് കിട്ടി. 320 വരുന്ന സഹാബികൾ, 113, 14 എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങൾ കാണാം, 17 എന്നും കാണാം. എന്തായാലും 320 വരുന്ന ഈ സഹാബാക്കൾക്ക്, ബദരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുത്തു. ആ ബദരീങ്ങൾ ഏറെ ശ്രേഷ്ഠരാണ്. പിന്നെ ഉഹുദിൽ പങ്കെടുത്തവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബൈഅത്തുൽ റിദ്വാൻ എന്ന ഉടമ്പടിയിൽ പങ്കെടുത്തവർ, മക്കയിൽ ഹുദൈബിയ എന്ന സന്ധി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് ബൈഅത്ത് സ്വീകരിച്ച ആളുകളുണ്ട്. നബിയെ സഹായിക്കാമെന്നും ഒപ്പം മരണം വരെയും കൂടെ ഉണ്ടാകുമെന്നും സത്യപ്രതിജ്ഞ ചെയ്ത ആളുകൾ, അവരല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് ഖുർആനിൽ കാണാം. അങ്ങനെയുള്ള സഹാബത്ത്, ആ ചരിത്രമൊക്കെ അല്പം സുദീർഘമായതുകൊണ്ട് പറയുന്ന ഒരു സന്ദർഭമല്ല സഹോദരങ്ങൾ, അത് നമ്മൾ അറിയാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആളുകളെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. സ്വഹാബത്തിനെ അധിക്ഷേപിക്കുന്ന ആളുകൾ, അതിൽ മുമ്പ് ഖുത്ബയിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഷിയാക്കൾ എന്നുള്ളത്. സ്വഹാബത്തിനെ അധിക്ഷേപിക്കുന്ന ആളുകൾ, ശപിക്കുന്ന ആളുകൾ, സ്വഹാബത്തിനെ ലഅനത്ത് ചെയ്യുന്നത് പുണ്യമായി കാണുന്ന ആളുകൾ. പേര് പറയുമ്പോൾ തന്നെ ലഅനത്ത് ചെയ്യും. അള്ളാഹു ശപിക്കട്ടെ എന്നാണ് പറയാം. അള്ളാഹു അനുഗ്രഹിച്ചവരെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടു എന്നല്ലാതെ അതുകൊണ്ട് എന്ത് ഗുണമാണ് അവർക്ക് ഉണ്ടാവുക? അവർ ശപിക്കപ്പെടും. അള്ളാഹു അനുഗ്രഹിച്ചവരെ, കരുണ ചെയ്തവരെ, തൃപ്തിപ്പെട്ടവരെ ശപിക്കുന്ന നാവ് ശപിക്കപ്പെടും. കാരണം അനർഹമായി ശാപവാക്കുകൾ ചൊരിഞ്ഞാൽ ആ ശാപം ശപിച്ചവരിലേക്കാണ് പറയുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കലും സഹാബത്ത് ശാപം അറിയിക്കുന്നില്ല. അവർ തർബിയത്ത് റളിയല്ലാഹു അൻഹും എന്നല്ലാതെ ഒരു മുഅ്മിനിന്റെ നാവിലൂടെ വരാൻ പാടില്ല. നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ ശ്രമിക്കുക. ഇനി അത് പറഞ്ഞില്ലെങ്കിലും അവരെ കുറിച്ച് മോശം പറയുന്നവരുടെ അവസ്ഥ എന്താണ്? ചില അമുസ്ലിങ്ങൾ പോലും, അവിശ്വാസികൾ പോലും സഹാബത്തിന്റെ ചരിത്രം വായിച്ച് അത്ഭുതം കൊണ്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു, മഹാനായ ഉമർ ഖലീഫ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ഈ പിഴച്ചവരെ ഉമർ റളിയല്ലാഹുവിനെ ശപിക്കുന്നത് നമുക്ക് കാണാം. ഷിയാക്കളും ഖവാരിജികളും അവരുടെ പിന്മുറക്കാരായ പല പിഴച്ച വ്യതിയാന കക്ഷികളും സഹാബത്തിനെ അവമതിച്ച് കാണുന്നവരാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ്, പ്രധാനമാണ് സഹാബത്തിലുള്ള ഈമാൻ. അതിനുവേണ്ടി തന്നെ സ്വതന്ത്രമായി പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ നടത്തി. അതിൽ വന്ന ആയത്തുകൾ, ഹദീസുകൾ, സഹാബത്തിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവരുടെ ഫദ്ല് പറയുന്നത്. പക്ഷെ ചില സമൂഹം സഹാബത്തിനെ എതിർത്തുന്നു. അത് കുറെ മനുഷ്യന്മാർ അന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നടന്നു, വഴിയറിയാതെ നടന്നു. അവരെല്ലാം കൂടെ പ്രവാചകർ കൂട്ടിപ്പിടിച്ചു. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു നന്നായ കുറെ മനുഷ്യന്മാർ എന്ന രൂപത്തിൽ പോലും സംസാരിക്കുന്ന വിവരദോഷികളുണ്ട്. അങ്ങനെ കേവല മനുഷ്യന്മാരല്ല അവർ. അവരിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തു, അവരെ മോചിപ്പിച്ചെടുത്തു, പുണ്യ വ്യക്തികളാക്കി. അള്ളാഹു ജനവിഭാഗങ്ങളിൽ നോക്കിയപ്പോൾ ഏറ്റവും സംശുദ്ധമായ ഹൃദയമായി കണ്ടത് സ്വഹാബത്തിന്റെ ഹൃദയമാണ്. അതുകൊണ്ടാണ് ഏറ്റവും വിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അവരെ സെലക്ട് ചെയ്തത്. അവരെ കൊടുത്തു. അതിലൂടെ ദീന ശക്തിപ്പെട്ടു. ആത്മാർത്ഥമായി, നിസ്വാർത്ഥമായി ഈ ദീനിന് വേണ്ടി സേവനങ്ങൾ സമർപ്പിച്ചു. ഇന്ന് നോക്കൂ, അറബ് നാടുകളും മക്ക എന്ന നാടും മദീന എന്ന നാടും നമ്മുടെ നാടും എത്ര ഘാതങ്ങൾ അകലെയാണ്, എത്ര വിദൂരത്താണ്. പക്ഷെ ആ ദീനിന്റെ വെളിച്ചം ഇങ്ങോട്ടേക്ക് എത്തി സ്വഹാബാക്കളിലൂടെ, ആ സ്വഹാബാക്കളുടെ സേവനങ്ങളിലൂടെ, അവരെ തുടർന്ന് വന്ന അവരുടെ പിൻഗാമികളിലൂടെ. അങ്ങനെയാണ് ദീന ലോകത്ത് അഷ്ടദിക്കിലേക്ക് വ്യാപിച്ചത്. ഖുർആനിന്റെ സന്ദേശം എത്തി, പ്രവാചക സന്ദേശം എത്തി. അവരെ പരിഹസിക്കുന്ന ആളുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്, പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇമാം അബൂ ജഅഫർ ത്വഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം, അത് സ്വർണ്ണ ലിഖിതങ്ങളിൽ എഴുതി വെക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അത് അഹ്ലു സുന്നത്തിന്റെ അഥവാ മുസ്ലിമീങ്ങളുടെ വിശ്വാസമായിട്ട് സ്വഹാബത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വനുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാം അഥവാ സുന്നത്തിന്റെ ആളുകൾ, മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ നബിയുടെ സ്വഹാബത്തിനെ മുഴുവൻ സ്നേഹിക്കുന്നു, എല്ലാവരും. വല നുഫരിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും, അവരിലുള്ള ഒരാളുടെയും സ്നേഹത്തിൽ നാം അതിരു കവിയുകയില്ല, ഒരാളോടുള്ള സ്നേഹത്തിൽ അതിരു കവിയുകയില്ല. വല നതബറഉ മിൻ അഹദിൻ മിൻഹും, അവരിൽ ഒരാളിൽ നിന്നും നാം സ്നേഹം ഒഴിവാക്കുകയുമില്ല. അപ്പോൾ ഇത് കൃത്യമാണ്. അതിൽ ഇഫ്രാത്ത് വല നുഫ്രിതു എന്ന് പറഞ്ഞു, നമ്മൾ അതിരു കവിയുകയില്ല. പ്രത്യേക ചില സഹാബത്തിന്റെ വിഷയത്തിൽ അതിരു കവിയുക അത് സുന്നത്തല്ല. അഹ്ലുൽ ബൈത്തിന്റെ പേരിൽ അലിയുടെയും ഹസൻ, ഹുസൈൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹും ഇവരുടെ പേരിൽ അതിരു കവിഞ്ഞ ഷിയാക്കളെ നമുക്ക് കാണാം. അവരെ ആരാധിക്കുന്നിടത്ത് ഇവരെത്തി. അതാണ് ഷിയാക്കളുടെ സ്വഭാവം. അതുപോലെ അവരിൽ നിന്ന് ആരിൽ നിന്ന് മുക്തമാവുകയില്ല. അവരെ പോലെ തന്നെ ഖവാരിജികളെ പോലെ
സ്വഹാബത്തിന് ചീത്ത പറഞ്ഞു, അവരെ അവിശ്വാസികളായി മുദ്രയടിച്ചു, അവർക്കെതിരെ പടപൊരുതി. അങ്ങനെ നടത്തിയ പിന്നെ ഇസ്ലാമിൽ നിന്ന് തെളിച്ചുപോയ പുത്തൻവാദികളുടെ നിലപാട് നമുക്കില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവരോട് വെറുപ്പുള്ളവരോട് നമുക്കും വെറുപ്പാണ്. സ്വഹാബത്തിനെ വെറുക്കുന്നവരോട് നമുക്കും വെറുപ്പാണ്. അവരെ കുറിച്ച് നല്ലതല്ലാത്തത് പറയുന്നവരോട് നമുക്ക് വെറുപ്പാണ്. സ്വഹാബത്തിനെ കുറിച്ച് ആരെങ്കിലും മോശം പറയുന്നുവെങ്കിൽ അവരോട് നമുക്ക് വെറുപ്പാണ്. എത്ര കൃത്യമാണ്. സ്വഹാബത്തിനെ കുറിച്ച് നല്ലതല്ലാതെ നാം ഒന്നും പറയുന്നതല്ല. സ്വഹാബത്തിനെ കുറിച്ച് നല്ലതല്ലാതെ നാം പറയുകയില്ല. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, വഹുബ്ബുഹും ഈമാൻ വഹുബ്ബുഹും ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ. അവരോടുള്ള സ്നേഹം അത് നമ്മുടെ ദീനാണ്, മതമാണ്, നമ്മുടെ വിശ്വാസമാണ്, അത് പുണ്യമാണ്. വബുഗ്ദുഹും കുഫ്റുൻ വ നിഫാഖുൻ വ തുഗ്യാൻ. അവരെ സ്വഹാബത്തിനെ വെറുക്കുക എന്നുള്ളത് അത് കാപട്യമാണ്, അവിശ്വാസമാണ്, അത് അതിക്രമമാണ്. അത് കൃത്യമാണ്. ഇത് നമ്മുടെ വിശ്വാസമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. സ്വഹാബത്തിനെ വെറുക്കൽ അതൊരു കുഫ്റാണ്, അതൊരു കാപട്യമാണ്, അതിക്രമമാണ്. ഇത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമായി നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. പല ആളുകളും നമുക്ക് ഇന്നും കാണാൻ കഴിയും. പലരുടെയും രചനകളിൽ, പ്രഭാഷണങ്ങളിൽ സ്വഹാബാക്കളിൽ ചിലരെ അവരുടെ നിലപാടുകളെ ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് അവരുടെ സ്ഥാനം പിടിച്ചു സംസാരിക്കുന്ന രീതി വലിയ അപകടമാണ്. അത്തരക്കാരുടെ ശറയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹുവിൽ തഖ്വ വെച്ചുകൊണ്ട് ജീവിതം സംശുദ്ധമാക്കണമെന്ന് ഒരാൾക്ക് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബാക്കളുമായി ഉള്ള നമ്മുടെ ഒരു വിശ്വാസം അത് ഖുതുബകളിലൊക്കെ സൂചിപ്പിക്കാൻ മാത്രം പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് മിമ്പറുകളിൽ എടുത്തു പറയുന്നത്. നല്ല മിമ്പറുകളിൽ സ്വഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി ഫുഖഹാക്കൾ അത് പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബത്തിന് അത്ര സ്ഥാനമാണുള്ളത്, അതൊരു ചെറിയ പദവിയല്ല. അള്ളാഹു നൽകിയത് വിശുദ്ധ ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ ആ മഹാന്മാരെ സ്നേഹിക്കാൻ, ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവർ മനുഷ്യരാണ്, നബിമാരല്ല, മലക്കുമല്ല. അതുകൊണ്ട് അവരിൽ സ്ഖലിതങ്ങൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം, ചെറുപാപമോ വൻപാപമോ. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സഹാബത്ത് നബിയല്ല, മലക്കുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിക്കാം? സ്ഖലിതങ്ങൾ ഉണ്ടാക്കാം, പാപമുക്തരല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വലിയ നന്മകൾ, അവർ ചെയ്ത ധാരാളം സേവനങ്ങൾ, അവരുടെ വലിയ പുണ്യപ്രവർത്തനങ്ങൾ, അതിന്റെ മുന്നിൽ ഈ ചെറിയ പാപങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച സ്ഖലിതങ്ങൾ അതൊക്കെ നിഷ്ഫലമായി പോകാം, അതൊക്കെ ഇല്ലാണ്ടായി പോകാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ചില ആളുകൾ പൂർവ്വകാല സഹാബാക്കളിൽ വന്ന ചില സ്ഖലിതങ്ങളെ എടുത്തു കാണിച്ച് സഹാബാക്കളെ അപമതിക്കുന്ന ഒരു രീതി, പ്രവണതയുണ്ട്. പ്രത്യേകിച്ച് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. ഇന്ന് വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ ചില ആളുകൾ പ്രത്യക്ഷപ്പെടുകയും ഇസ്ലാമിക ഖിലാഫത്തിന്റെ ചരിത്രങ്ങളെ അതറിയാത്ത ആളുകൾക്ക് പോലും എടുത്തിട്ട് തെറ്റായിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ്. അതിൽ പ്രധാന ഇരയാകാറുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു ആദ്യം ഇരയാക്കപ്പെട്ടത് ഷിയാക്കളിലൂടെയും ഖവാരിജികളിലൂടെയുമാണ്. അവർ എന്താണോ വാദിച്ചത് ആ വാദം നമ്മുടെ ആളുകളിലേക്ക് കുറെ വന്നു. മുആവിയ റളിയല്ലാഹു അൻഹു അവമതിക്കുന്ന ഒരു സ്വഭാവം. ഞാൻ സൂചിപ്പിച്ചു, സഹാബത്തിന് തെറ്റ് പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. സ്ഖലിതങ്ങൾ സംഭവിക്കാം, വലിയ വൻപാപങ്ങളും വരാം, ചെറുപാപങ്ങളും വരാം. സഹാബത്തിൽ ചിലർ മദ്യപിച്ചിരുന്നു, അവരെ പിടിച്ച് ശിക്ഷിച്ചിട്ടുണ്ട് പ്രവാചകരുടെ കാലത്ത്. ചിലർ വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷെ അവരെ അതിന്റെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്, അവർക്ക് മാപ്പ് നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അല്ല, ചിലർ. അപ്പൊ അവർക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാമെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവരുടെ സ്ഥാനം, പദവി, അവരുടെ പശ്ചാത്താപം, ആത്മാർത്ഥത, ഇതെല്ലാം കൊണ്ട് അതൊക്കെ മാപ്പ് നൽകപ്പെട്ട വിഷയമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാമിക അധികാരം, ഖിലാഫത്ത് അത് തന്റെ മകന് അനർഹമായി കൈമാറി എന്നത് ഒരു പ്രധാന ആരോപണമാണ്. യസീദ്, ഇസ്ലാമിക ചരിത്രം അറിയുന്നവർക്ക് ഈ പേരുകൾ പെട്ടെന്ന് മനസ്സിലാകും. അതിന്റെ പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ ഇകഴ്ത്തുകയും ശപിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഷിയാക്കൾ മാത്രമല്ല, ഷിയാക്കളല്ലാത്ത നമ്മൾ മുസ്ലിം വിഭാഗത്തിൽ എണ്ണുന്ന പല ആളുകൾ, നമ്മുടെ കേരളക്കാരിൽ പോലും പല പുസ്തകങ്ങളിലും അതിൽ പിടിപ്പിച്ചിരുന്നതാണ്. അബുൽ അല മൗദൂദി ആശയങ്ങൾ വരുന്ന ആളുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങൾ വ്യക്തമായി മുആവിയ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, എത്ര മഹാന്മാരായ സ്വഹാബാക്കളുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരനാണ്. ഖുർആനിലെ വഹി സന്ദേശങ്ങൾ എഴുതാൻ ചുമതലപ്പെടുത്തിയ ഒരാളാണ്. വഹി എഴുതണമെങ്കിൽ എത്ര അമാനത്ത് വേണം, എത്ര യോഗ്യനായിരിക്കണം.
അദ്ദേഹം പല സ്ഥലങ്ങളിലും ഖുലഫാക്കളുടെ കാലത്ത് ഗവർണറായി ജോലി ചെയ്തിട്ടുണ്ട്. ഷാമിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 20 കൊല്ലത്തോളം ഉമർ റളിയല്ലാഹു ഒരു നാടിന്റെ ചുമതല ഏൽപ്പിക്കണമെങ്കിൽ എത്ര വിശ്വസനായിരിക്കണം, എത്ര കഴിവുള്ള സമർത്ഥനായിരിക്കണം. സ്വഹാബാക്കൾ തന്നെ മുആവിയെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം പണ്ഡിതനാണ്. ചില കാഴ്ചപ്പാടുകൾ തെറ്റ് സംഭവിക്കാം. പക്ഷെ ആ തെറ്റിന്റെ പേരിൽ ഒരു സ്വഹാബിയെ ഇകഴ്ത്തുക, അദ്ദേഹത്തെ ശപിക്കുക, അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ ഇമാം ത്വഹാബി പറഞ്ഞതുപോലെ നല്ലതല്ലാത്തത് പറയുക. നമ്മുടെ പല വീടുകളിലും പല ആളുകളിലും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ചർച്ച കാണാം. മുആവിയ എന്ന് പറഞ്ഞാൽ ഒരു അധികാരപ്രതിയായിരുന്നു, അദ്ദേഹം മകനെ കുറിച്ച് ഭരണാധികാരിയാക്കി. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളോ സാഹചര്യങ്ങളോ അറിയാതെ തുണ്ടം ഭാഗങ്ങൾ കേട്ട് ശത്രുക്കൾ നൽകിയ തെറ്റായ ചരിത്രത്തിലൂടെ മഹാനായ സ്വഹാബിയെ വിമർശിക്കുന്ന രീതി നമുക്ക് കാണാം. വലിയ അപകടമാണ്. അവർ മരണപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഉമ്മത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകൾ, ഒരു ഗുണവും ചെയ്യാത്ത ആളുകൾ ഉമ്മത്തിന് വേണ്ടി ഏറെ ചെയ്ത മഹാന്മാരെ കുറ്റം പറയുന്നു. ആലോചിച്ചു, ചില ഗായകന്മാർ, മുസ്ലിം പേരുള്ള ചില പാട്ടുകാർ, സർവമത സത്യവാദികൾ, ഇവരെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇസ്ലാമിക ചരിത്രം പറഞ്ഞൊക്കെയാണ് മുആവിയ റളിയല്ലാഹു മോശക്കാരനാണ്. ഇങ്ങനെയൊക്കെ ഉമ്മത്തിന് ഒന്നും ചെയ്തിട്ടില്ല, ദോഷമല്ലാതെ തിന്മകളല്ലാതെ അവർ ഉമ്മത്തിന് ഒന്നും സംഭാവന ചെയ്തിട്ടില്ല. അവർ ഏറെ നന്മകൾ സംഭാവന ചെയ്ത മുൻഗാമികളെ ശപിക്കുന്നു, കുറ്റം പറയുന്നു. സൗകര്യങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ചിലർ മുആവിയ എന്ന് കേട്ടിട്ടുണ്ടാവില്ല, അറിയാം. പക്ഷെ എന്നാലും മുആവിയ എന്ന ഒരു സഹാബിയെ കുറിച്ച് ആരെങ്കിലും ഇകഴ്ത്തുകയോ അവമതിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുന്നത് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ ബിദ്അത്തിന്റെ ആളാണ്, അവൻ പുത്തനാശയക്കാരനാണ്, അവൻ തന്നിഷ്ടത്തെ പിൻപറ്റുന്നവരാണ്, അവൻ ഷിയായിസമോ അല്ലെങ്കിൽ ഖവാരിജികളുടെ നിലപാടുകൾ എന്തെങ്കിലും അവനെ സ്വാധീനിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. അവൻ സുന്നത്തിൽ നിന്ന് പോയവനാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു സ്വഹാബിയെ കുറിച്ച് മോശമായി സംസാരിക്കാൻ നമ്മൾ ആരെയും അനുവദിച്ചു കൊടുക്കരുത്. അത് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ അവരോടുള്ള സ്നേഹം അത് നമ്മുടെ മതമാണ്, നമ്മുടെ ഈമാനാണ്, അത് പുണ്യമാണ്. അത് നമ്മൾ നിലനിർത്തുക. ഈ രൂപത്തിൽ സ്വഹാബത്തിനുള്ള നിലപാടുകൾ നമ്മൾ മാറ്റിയെടുക്കുക. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. ആരാണ് സ്വഹാബത്ത്, അവർ ചെയ്ത സേവനങ്ങൾ എന്താണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അത്തരം കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു ആദരവ് നിലനിർത്തി തന്നെ സംസാരിക്കുക. ഒരു മുആവിയ, ഒരു അബൂബക്കർ, അങ്ങനെയല്ല. അവരുടെ സ്ഥാനം എന്താണോ അത് അർഹിക്കുന്ന പദവിയിൽ നമ്മൾ വഖാറോടുകൂടി സംസാരിക്കുക. മഹാന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്നേഹിക്കുവാനും അവരുടെ പാതയിലൂടെ നടക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുമാറാകട്ടെ. 4 ഖലീഫമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും അവരെ തുടർന്ന് വന്ന എല്ലാ സഹാബാക്കളെയും അല്ലാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രവാചക പത്നിമാർ ഈമാൻ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ സേവനങ്ങൾ കൊണ്ടും ഈ ദീനിനെ എല്ലാം ശക്തിപ്പെടുത്തിയ ആളുകൾ, സഹാബ വനിതകൾ, പ്രവാചക പത്നിമാർ, ഖദീജ, ആയിഷ തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, ഉമ്മത്തിന്റെ ഉമ്മമാർ, അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ കളക്ഷൻ ഒരു റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് രോഗികളായ ആളുകളെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതിൽ സംഭാവനകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.